മനുഷ്യർ പോലും ഭക്തി കാണിക്കാൻ മടിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു നായ അതിൻ്റെ ഭക്തി ഭഗവാനോട് കാണിക്കുന്ന വിഷ്വലാണ് നിങ്ങളിനി കാണിക്കാൻ പോകുന്നത്. ഒരു അത്ഭുതം. വെജിറ്റേറിയൻ ആണ്. ഈ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന പായസവും ഇവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഇതൊന്നും അല്ലാണ്ട് എൻ്റെ പ്രത്യേകത. ഇവിടെ ദീപാരാധന സമയത്ത് ഈ നായ സാഷ്ടാംഗം അമ്പലത്തിൻ്റെ നടയിൽ വന്ന് അങ്ങ് കിടക്കും. സംശയിച്ചാൽ വന്നത്, കാരണം ഒരു നായയാണ്, നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഞങ്ങളിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ദീപാരാധന സമയമായിരുന്നു. ഞങ്ങൾക്ക് വിഷ്വൽ കിട്ടി. ആ വിഷ്വൽ ഞങ്ങൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ചോറ്റാനിക്കരയിലാണ്. ഇത് നമ്മൾ 2022 ഒരു കലശം നടക്കുകയുണ്ടായി. കലശത്തിന് ശേഷം ആ സമയത്ത് ഇവിടെ വന്നുപെട്ട ഒരു സാധനമാണ്. അതുപോലെ സന്ധ്യയ്ക്ക് ദീപാവലിക്ക് ശംഖ് വിളിക്കുമ്പോഴും അവനിതുപോലെ നമസ്കരിച്ച് കിടക്കും. എവിടെ കാണുന്ന വെച്ചാൽ അവിടെ അങ്ങ് കിടക്കും. എവിടെ നിന്നാണോ അവൻ കേൾക്കുന്നത് അവിടെ അങ്ങ് കിടക്കും. കൈയും കാലും നിർത്തി അങ്ങ് കിടക്കും. ഇടയ്ക്ക് മണിയടിക്കുമ്പോൾ ഒരു ഓലിയിടും. ഓ എന്നും പറഞ്ഞ് ഇങ്ങനെ ഓലിയിടും മണിയടിക്കുമ്പോൾ, മണിയടിക്കുമ്പോൾ. അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ പോക്ക്. അതുപോലെ രാവിലെ അവിടെ നട തുറന്നു കഴിഞ്ഞാൽ നിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനറിയാം. അപ്പോൾ ആ തിരുനടയിൽ പോയി അവിടെ കിടക്കും. ഇതുപോലെ തന്നെ കിടക്കും. അപ്പോൾ അവിടെ നിന്ന് കഴകം, പാൽപ്പായസോ നെയ്പ്പായസോ അല്ല ചോറൊന്നും ഇത്യാദി സാധനമൊന്നും നോണോ അങ്ങനെയുള്ള കഴിക്കില്ല. ഒന്നും കഴിക്കില്ല. ഇറച്ചി മീനും ഒന്നും കഴിക്കില്ല. കൂട്ടുപായസം, നെയ്പ്പായസം ഇതാണ് ഇഷ്ടം. പിന്നെ തേങ്ങയുടെ മുറി ഉണ്ടെങ്കിൽ അതാണത്. ഇത് ഇവിടെ എറിഞ്ഞുടക്കണ തേങ്ങയാണ്. അത് എറിഞ്ഞുടക്കുന്ന തേങ്ങ അതെടുത്തിട്ട് വരും. അപ്പോൾ നമ്മൾ അത് എടുത്ത് മാറ്റും. അങ്ങനെ കൊടുക്കാറില്ല, നമുക്ക് അനുഭവമുള്ള. നോർമലി ഇങ്ങനെ ചേട്ടനെ ആദ്യമായിട്ടാണ് കാണുന്നത്, അതോ ഇതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയാണ് തോന്നിയോ ഇങ്ങനെ ചെയ്യാൻ? ഞങ്ങൾക്ക് ഒരു അതിശയം തോന്നുന്നുണ്ട്. ഈ ദിവാരം സമയത്ത് പിന്നെ എന്താണ് ശംഖ് വിളിക്കുമ്പോൾ അതെന്താ അങ്ങനെ കിടക്കണമെന്നുള്ളത്. അപ്പോഴേ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് കിടന്നോളും. അല്ല ഓടി വന്ന് ഇവിടെ വന്ന് കിടക്കണമെന്ന് മിക്കവാറും ആ ദിവാരം സമയത്ത് ഇവിടെ ഉണ്ടാവും. അതായത് നടയുടെ ഫ്രണ്ടിലാണ് ഇവിടെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ തന്നെ ഉണ്ടല്ലോ, അവിടെ നിന്ന് വരികയായിരുന്നു, ശംഖ് വിളിച്ചു, അവിടെ അങ്ങ് കിടന്നു. അതെ, നമ്മളെ അമ്പലത്തിലോട്ട് കയറി വരുമ്പോൾ ആൾ നിന്നത് അവിടെ കേട്ടോ, അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന്. അവിടെ നിന്ന് കയറി നമ്മൾ ഇവിടെ ഒന്ന് സംസാരിച്ച് നിന്നപ്പോഴേക്കും ശംഖുവിളിയും വന്നു, ദീപാരാധനയുടെ മണിയടിയും തൊട്ടപ്പോൾ ആൾ നടന്ന് ഇവിടെ വന്നു, അവിടെ തന്നെ കിടന്നു. അപ്പോഴാണ് ആ ശംഖുവിളി ഇത് വരുമ്പോൾ ആരെങ്കിലും പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ, ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അവൻ കുരയ്ക്കും ആരാന്നുള്ളത്. അപ്പം ഞാൻ തന്നെ കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ബോധം പറഞ്ഞൊന്ന് കുരയ്ക്കും. എന്താണെന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ചിലപ്പോൾ മനസ്സിലാകാത്തതുകൊണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.